പിണറായി സർക്കാരിന്റെ കാലത്ത് വെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നൊരു സ്ത്രീക്ക് പുറത്തെടുക്കേണ്ടി വന്നത് 50 കൊല്ലം അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്ന ആരോഗ്യ വകുപ്പാണ്. ഓരോ തരത്തിലുള്ള ഇഷ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇന്നലെ കേരളത്തിന് ഇനി പുതുയുഗ കേരളമാണ് ഉണ്ടാവാൻ പോകുന്നത്. നവകേരളം എന്ന് പറഞ്ഞ് ഇവരെന്തെല്ലാം നടത്തിയോ അതെല്ലാം ദയനീയ പരാജയമാണ്. ഈ സർവേ നടന്നാലും ഇല്ലെങ്കിലും ഒക്കെ ആളുകളുടെ മനസ്സിൽ എന്താണെന്നുള്ള കൃത്യമായ ഫീഡ്ബാക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും മാറ്റം വരുന്നൊരു സിറ്റുവേഷനും കേരളത്തിലില്ല. അതിന്റെ ശേഷവും ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നൊരു സ്ത്രീക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 50 കൊല്ലം അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്ന ആരോഗ്യ വകുപ്പാണ്. ഓരോ തരത്തിലുള്ള ഇഷ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇന്നലെ കോഴിക്കോട് നിങ്ങൾ കണ്ടു 4 മനുഷ്യജീവൻ പൊലിയാണ്. ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത് നിങ്ങൾ കണ്ടു. അപ്പൊ ഗവൺമെന്റിന്റെ പേര് മെച്ചപ്പെടുത്താൻ ഈ കോടികൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നത് എന്താണ്? സർക്കാർ പൈസ എടുത്തിട്ട് ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുക. ഈ തീരുമാനം ഗവൺമെന്റ് ഇറക്കുന്നതിന്റെ മുമ്പ് എങ്ങനെ പാർട്ടി സെക്രട്ടറി നിർദ്ദേശം കൊടുത്തു? അപ്പൊ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് പാർട്ടിക്കാർക്ക് സർക്കാരിന്റെ ശമ്പളം കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിനെ ചോദ്യം ചെയ്യാനുള്ളത് കൊണ്ടാണ് ചോദ്യം ചെയ്തത്. അത് കോടതികളെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ പോരാട്ടം ഒരു വശത്ത്, ലീഗൽ പോരാട്ടം ഒരു വശത്ത് നടക്കും. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഇതൊന്നും തടസ്സമാവില്ല. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ഇപ്പോൾ എംപിമാരെ കേൾക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാണ് താങ്കൾ സ്ത്രീയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അതോ ഇനിയും അത് നീണ്ടുപോകും? ഇല്ല, അതല്ല, അത് അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയത്ത് അത്തരം കാര്യങ്ങൾ നടക്കാം. അപ്പൊ എംപിമാരെ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഡിലേ ഇല്ല. ഒന്ന് യാത്രയുടെ തിരക്കുകളും പിന്നെ ഇലക്ഷൻ ഷെഡ്യൂളിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടെ വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാന്നുള്ളതാണ്. അപ്പൊ അടുത്ത ആഴ്ച അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവും. അതും അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മുന്നണി ചർച്ചയും അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. കാര്യമായിട്ടുള്ള തർക്കങ്ങളൊന്നുമില്ല, തന്നെ സ്മൂത്തായിട്ട് അത് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. വി ഓൾ ആർ ഓൾ പോസിറ്റീവ്. എംപിമാർ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അത്ര സജീവമായിട്ട് അത്ര ഒരു ചോദ്യം ഇല്ലല്ലോ. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ പൊതുവെ പിന്നെ എംപിമാരുടെ മത്സരത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിപ്പോ അത്ര അങ്ങനെ ഒരു ഈ സ്ഥാനാർത്ഥി നിർണയത്തെയോ അതിന്റെ ചർച്ചകളെയോ തടസ്സമാവുന്ന തരത്തിൽ എംപിമാരുടെ മത്സരം ഒരിക്കലും വന്നിട്ടില്ല.